ഇതുപോലത്തെ ഒരു ലുക്കിലാണ് അനുമോള് ബിഗ് ബോസ് വീട്ടിൽ കുറേ സമയം നിന്നത്. അതായത് ഒരു സൈഡ് ഇങ്ങനെ ഭയങ്കര മോഡേൺ ആയിട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സിങ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ജിസേലും നവീനും ഒക്കെ അനുമോക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അതായത് ജിസേൽ എന്തെങ്കിലും ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അനുമോൾ അത് ഭയങ്കര കുഴപ്പമായിട്ടൊക്കെ കാണും, പറയും. അതേസമയത്ത് അനുമോൾക്ക് ഭയങ്കര സെക്സി ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇട്ടിരിക്കുന്ന ആ ഒരു മോഡൽ ഇങ്ങനെ ആ സംഭവമൊക്കെ കാണിച്ച് കളിയാക്കിയിട്ടൊക്കെ ചിരിക്കുന്നുണ്ട് നമ്മുടെ നെവിൻ. ഒരു മോഡേൺ ആയിട്ടുള്ള കുലസ്ത്രീയാണ് അനുമോൾ എന്നാണ് നെവിൻ പറയുന്നത്. അനുമോള് കുലസ്ത്രീ വേഷം ചില സമയങ്ങളിലൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. ജിസേലിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അനുമോളും ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മോശമാണ്. ആവശ്യമില്ലാത്തടത്ത് ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കുലസ്ത്രീ പരിവേഷം അണിഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മറ്റുള്ളവരുടെ ഔട്ട്ഫിറ്റിനെ അല്ലെങ്കിൽ വസ്ത്രത്തിനെ ഒക്കെ കുറ്റം പറയുന്ന ആൾക്കാർ അവർ മോഡേൺ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ, ഇങ്ങനെ സ്റ്റൈലൊക്കെ കാണിച്ച് നിൽക്കുമ്പോൾ തിരിച്ചും കുറ്റം പറയും. പക്ഷെ എന്നിരുന്നാലും പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ വ്യക്തിയും ആ വ്യക്തിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. എന്തായാലും നെവിനും ജിസേലും ഒക്കെ അനുമോളെ ആ കാര്യം പറഞ്ഞ് പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിനകത്ത് നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും കാര്യങ്ങൾ. അനുമോള് മറ്റുള്ളവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ അനുമോളെയും അവസരം കിട്ടുമ്പോൾ പറയും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് ബിഗ് ബോസ് ആണ്. അനുമോൾ ഇട്ട വസ്ത്രത്തിനും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ജിസേൽ ഇട്ട വസ്ത്രത്തിലും കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അവിടെ ആർക്കെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കാണ് എന്തോ കുഴപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.